ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ വിവരങ്ങളുമായി നമുക്ക് പ്രതികരണങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ കേസ് ഇത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? താങ്കളുടെ അനുഭവ പരിചയം കൊണ്ട് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഗോവിന്ദസ്വാമിയുടെ മരണം വീട്ടുകാരുടെ സമാധിയാണെന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിലെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഹിന്ദുവിസത്തില് സമാധി ഉണ്ട്. അപ്പൊ ആ സമാധി മരണാസന്നനാകുന്ന ആൾക്ക് സമാധിയിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. നമുക്കറിയാം, നമ്മുടെ പൂർവികർ പലരും മരിക്കുമ്പോൾ നമ്മൾ മരണസമയത്ത് എല്ലാവരും എത്തിച്ചേരും. കാരണം അസുഖമായിട്ട് കിടന്ന് അവർ മരിക്കാനാവുമ്പോൾ ഏകദേശം അവർക്ക് തന്നെ ബോധ്യം വരും. അപ്പം നമുക്കത് മനസ്സിലാവും. അത് പാരമ്പര്യമാണത്. അപ്പൊ ഇത് അവരെ ഈ മരണാസന്നനായ സമയത്ത് അവർ പത്മാസനത്തിൽ കൊണ്ട് ഇരുത്തി അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ അതിന് സാക്ഷികളില്ല. അതിന് മരണത്തിൽ ചില സംശയങ്ങൾ വന്നപ്പോൾ അത് പോലീസ് ഇടപെട്ട് അവരൊരു മേൻമെസ്സിന് കേസെടുത്തിട്ടുണ്ട്. വീട്ടുകാര് അത് എതിരായി നിന്നു, അറ തുറക്കുന്നതിന്. അപ്പൊ അവര് ഹൈക്കോടതിയിൽ പോയി. കോടതി അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചു. കാരണം മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മരണ സർട്ടിഫിക്കറ്റ് ഇല്ല. മരണസമയം മക്കള് മാത്രമേ ഉള്ളൂ, പുള്ളി സമാധിയാകുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രാചീന കാലം കൊണ്ട് ഇന്ത്യയിൽ അത് ദർശിക്കാവുന്നതാണ്. എങ്കിലും സാംസ്കാരിക കേരളത്തിൽ അത് ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ട് അത് മരണത്തിൽ സംശയം തോന്നി. ഏതായാലും ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തു. അത് ഇടപെടില്ല. പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി. ഏതായാലും വീട്ടുകാരിപ്പം ആ കോടതി വിധിയോട് യോജിച്ചു. അത് മരണത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതിന് മരണം കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോസ്റ്റ്മോർട്ടം അല്ലാതെ വേറെ മാർഗമില്ല. ഏതായാലും ആ അറ തുറന്നു. വീട്ടുകാർ പറഞ്ഞ പോലെ തന്നെ സമാധിയിലാണ് അത് ഇരിക്കുന്നത്. പൂജാദ്രവ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കഴുത്ത് വരെ ഇട്ടിരിക്കുന്നു. കല്ലറ ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ കൊണ്ട് അവരടച്ചു. എയർ സർക്കുലേഷൻ കുറവാണ്. എങ്കിലും പകുതിയെങ്കിലും ഡീകമ്പോസിഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. ലോവർ ഭാഗത്ത് നല്ല ഡീകമ്പോസിഷൻ ഉണ്ട്. എങ്കിലും മെലിഞ്ഞ ആളാണ്. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊരു നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അത് സമാധിയാണെന്ന് തന്നെ കരുതേണ്ടി വരും.